നമസ്കാരം. 2017 ജനുവരി 21 രാവിലെ 11 മണി കഴിഞ്ഞ് 39 മിനിറ്റ്. ഈ സമയത്താണ് ഇരിട്ടി പഴയ പാലത്തിന് സമീപത്ത് ഒരു പറമ്പിൽ ശരിക്കും രൂക്ഷഗന്ധം അനുഭവപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പരിശോധന നടത്തിയ ആളുകളുടെ ദൃഷ്ടിയിൽ ഒരു പൊട്ടക്കിണറും ആ പൊട്ടക്കിണറിനകത്ത് ഒരു ബോഡിയും പെടുന്നത്. പോലീസ് വിവരമറിഞ്ഞ് സംഭവ സ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹായത്തോടു കൂടി ആ കിണറ്റിനകത്തുനിന്ന് ബോഡി മുകളിലേക്ക് എടുത്തു. അതൊരു സ്ത്രീയുടെ ബോഡിയാണ്. ആ പൊട്ടക്കിണറിനകത്തേക്ക് ആ സ്ത്രീ വീണിട്ട് ദിവസങ്ങൾ കഴിഞ്ഞുവെന്ന് വ്യക്തമാണ്. ആ സ്ത്രീ ആരെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ശൈലിയിൽ ബോഡി അഴുകി തുടങ്ങിയിരിക്കുകയാണ്. ആ സ്ത്രീയെ തിരിച്ചറിയാൻ പലരും ശ്രമം നടത്തിയെങ്കിലും ആർക്കും ഇങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. ആ സ്ത്രീയെ അവരാരും കണ്ടിട്ടില്ല. ആ സമീപത്തുള്ള സ്ത്രീ അല്ല എന്ന് വ്യക്തം. ഫോറൻസിക് ടീം ആ ബോഡി പരിശോധിച്ചു തുടങ്ങി. അപ്പോഴാണ് അവരുടെ കയ്യിൽ കന്നഡ ഭാഷയിൽ രാജു എന്ന് എഴുതിയിരിക്കുന്നത് അവരുടെയും പോലീസിന്റെ ശ്രദ്ധയപ്പെടുന്നത്. കന്നഡ ഭാഷ അറിയാവുന്ന ചില ആളുകൾ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ആ പേര് അവര് വായിച്ചറിഞ്ഞത്. മരിച്ച വ്യക്തി മലയാളിയല്ല, കർണാടകക്കാരിയാണ്. കർണാടകക്കാരിയായ ആ സ്ത്രീ ഈ ഇരിട്ടിയിൽ എങ്ങനെ എത്തി? എങ്ങനെ ആ പൊട്ടക്കിണറ്റിനകത്തേക്ക് വീണു? ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. ആർക്കെങ്കിലും ഈ കർണാടക സ്വദേശിയായ ആ സ്ത്രീയെ അറിയാമോ എന്നുള്ള പോലീസിന്റെ ചോദ്യങ്ങൾക്ക് പ്രത്യേകിച്ച് ഉത്തരവൊന്നും നാട്ടുകാരത് കിട്ടിയില്ല. അവരാരും ആ സ്ത്രീയെ കണ്ടതായി ഓർക്കുന്നതേയില്ല. ആ സ്ത്രീ എങ്ങനെ മരിച്ചിരിക്കാം എന്ന ഒരു അന്വേഷണം ഇതിനിടയിൽ ഫോറൻസിക് ടീം നടത്തി നോക്കുന്നുണ്ട്. കിണറിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണിരിക്കുകയാണ്. ബലമായി അവരെ എടുത്ത് താഴേക്ക് ഇട്ടതാകാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. അവര് കിണറ്റിന്റെ ആ പാതയിൽ ഇങ്ങനെ ഇരുന്നപ്പോ മറിഞ്ഞ് വീണിരിക്കാനുള്ള ഒരു സാധ്യത കാണുകയാണ്. അവരുടെ ബോഡിയിൽ വേറെ ക്ഷതങ്ങളൊന്നുമില്ല. തല്ലിക്കൊന്ന് കിണറ്റിലേക്ക് ഇട്ടതല്ല എന്ന് വ്യക്തമാണ്. അജ്ഞാതയായ ആ സ്ത്രീ സ്വയം ജീവൻ ഒടുക്കാൻ വേണ്ടി ആ പൊട്ടക്കിണറ്റിന്റെ അടുത്തേക്ക് എത്തിയതാണോ? ആ ഒരു ചോദ്യമാണ് സ്വാഭാവികമായും ഫോറൻസിക്കിന്റെ പരിശോധനാ റിപ്പോർട്ട് കണ്ടപ്പോൾ പോലീസിനുണ്ടായത്. നാട്ടുകാരൊക്കെ ആ വിവരം അങ്ങനെ തന്നെ പങ്കുവെക്കുമ്പോഴേക്കും ബോഡി അവിടെ നിന്ന് പോസ്റ്റ്മോർട്ടം ആവശ്യങ്ങൾക്ക് വേണ്ടി ഹോസ്പിറ്റലിലെ മോർച്ചറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആ ദിവസത്തെ സംഭവത്തിന്റെ രത്നച്ചുരുക്കം ഇപ്പൊ പോലീസിന് വ്യക്തമാണ്. ആർക്കും അറിഞ്ഞുകൂടാത്ത ഒരു സ്ത്രീ കിണറ്റിന്റെ പാതയിൽ ഇരിക്കാനോ മറ്റോ ശ്രമിച്ചപ്പോ താഴേക്ക് വീണതാണ്. അല്ലെങ്കിൽ അവർ സ്വയം ചാടിയതാകണം. ദേഹത്ത് വേറെ പാടുകൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനൊരു നിഗമനത്തിലാണ് പോലീസ് ആ രാത്രിയിൽ എന്തായാലും എത്തിച്ചേർന്നത്. പിറ്റേ ദിവസം പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിന്റെ കൈവശം വരുമ്പോൾ പോലീസിന്റെയും ഫോറൻസിക്കിന്റെയും സംശയം ഏതാണ്ട് ശരിയാകുന്ന ഒരു റിപ്പോർട്ടാണ് അവർക്ക് ലഭിച്ചത്. ആ സ്ത്രീയുടെ ശ്വാസകോശത്തിലേക്ക് ഇഷ്ടം പോലെ വെള്ളം കയറിയിട്ടുണ്ട്. വെള്ളം ശ്വാസകോശത്തിലേക്ക് ഇരച്ചു കയറി ശ്വാസം മുട്ടിയ അവര് മരണപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ സംഭവിക്കുന്നത് സ്വയം ചാടുമ്പോഴാണ്. അവര് സ്വയം ജീവൻ ഒടുക്കിയതാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കോപ്പിയും പോലീസിന്റെ ഫൈൻഡിങ്സും പ്രാഥമിക പരിശോധനാ റിപ്പോർട്ടും സാക്ഷിമൊഴികളും ഒക്കെ ചേർത്ത് ആ ഫയൽ അങ്ങനെ രൂപപ്പെടുകയാണ്. ക്രൈം നമ്പർ 77/2017. അത് ഒരു കോൾഡ് ഫയലായി പതുക്കെ ഇരിട്ടി പോലീസ് സ്റ്റേഷനിൽ അങ്ങ് മാറി. അജ്ഞാതയായ ആ സ്ത്രീ സ്വയം ജീവനൊടുക്കിയതോ യാദൃശ്യവശാൽ സംഭവിച്ചതോ ആയ ഒരു അപകടത്തിന്റെ പേരിലോ മരണപ്പെട്ടതാണെങ്കിലും മരിച്ചത് ആരെന്നറിയണമല്ലോ. അതിനുവേണ്ടി പോലീസ് അവരുടെ ഒരു ഫോട്ടോ പത്രത്തിൽ കൊടുക്കുകയും ചെയ്തു. ആ സ്ത്രീയെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ആ വിവരം ഇരിട്ടി പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു വാർത്താക്കുറിപ്പാണ് അവർ ഇറക്കിയത്. പക്ഷെ അതിനും പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടായില്ല. ആരും ആ ഫോട്ടോയ്ക്ക് റെസ്പോണ്ട് ചെയ്തില്ല. ആരെങ്കിലും വന്നാൽ മാത്രമേ മോർച്ചറി സൂക്ഷിച്ചിരിക്കുന്ന ആ ബോഡിയുടെ അവശേഷം പോലീസിന് വിട്ടുകൊടുക്കാൻ പറ്റും. അവരുടെ മരണാനന്തര ചടങ്ങുകളൊക്കെ നടത്തണമെങ്കിൽ ആരെങ്കിലും വരണമല്ലോ. പക്ഷെ ആരും അന്വേഷിച്ച് വന്നില്ല. അജ്ഞാതയായ ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡിയായി അതങ്ങനെ മോർച്ചറിയിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. നിശ്ചിത ദിവസങ്ങൾ വരെ ആ ബോഡി അങ്ങനെ സൂക്ഷിക്കത്തുള്ളൂ. ആരും അന്വേഷിച്ച് വരാത്ത ഡെഡ് ബോഡിയെ സംസ്കരിക്കാനും മറ്റുമായി പോലീസിന് അതിൻ്റെതായ ഒരു രീതിയൊക്കെ ഉണ്ട്. കിട്ടാവുന്ന എല്ലാ ഡോക്യുമെന്റ്സും തയ്യാറാക്കി അവർ ആ ബോഡി മറവ് ചെയ്യും. ഉള്ള കാലം അങ്ങനെ സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റില്ല. ഈ സ്ത്രീയെ സംബന്ധിച്ച് ഒരു വിവരവും പോലീസിന് കിട്ടാതെ വന്നപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോട്ടുള്ള എല്ലാ സ്റ്റേഷനുകളിലെയും മിസ്സിംഗ് കേസുകൾ കൂടി ഇതിനിടയിൽ പോലീസ് പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. കേരളത്തിനകത്ത് താമസം ഉറപ്പിച്ചിട്ടുള്ള കർണാടക സ്വദേശികളിൽപ്പെട്ട ആരെങ്കിലും അവരുടെ കൂട്ടത്തിലുള്ള ഒരു സ്ത്രീ മിസ്സായ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ പരാതികളൊന്നും ഈ സ്ത്രീയുമായി കണക്ട് ചെയ്തുകൊണ്ട് ഒരു സ്റ്റേഷനിലും വന്നതായി ഒരു റെക്കോർഡുമില്ല. ശരിക്കും ഇതൊരു കോൾഡ് കേസായി മാറുമ്പോഴാണ് പ്രൊബേഷനിൽ നിൽക്കുന്ന അൻഷാദ് ഈ കേസിനകത്ത് ഒരു താല്പര്യം കാണിക്കുന്നത്. ഊരും പേരുമില്ലാത്ത ആരും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ ഒരു അഡ്രസ്സ് ഏതൊരാൾക്കും കാണും. ആളാരാ എന്നറിയാതെ ആ ബോഡി ശവസംസ്കാരത്തിന് വിധേയമാക്കുക അതൊരു ശരിയായ നടപടിയല്ല എന്നൊരു തോന്നൽ അൻഷാദിനുണ്ടായത്. അൻഷാദ് ആ സ്ത്രീ ആരെന്നറിയാൻ വേണ്ടി കുറച്ചുകൂടി മെനക്കെട്ട് അന്വേഷിക്കാൻ തീരുമാനിച്ചു. അൻഷാദിന്റെ കയ്യിൽ ഇപ്പോൾ ആ സ്ത്രീയുടെ ഫോട്ടോ ഉണ്ട്. അൻഷാദ് ആ ബോഡി കണ്ടെത്തിയ ആ ഇരിട്ടി പാലത്തിന് സമീപത്തുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികളെയും
കടക്കാരെയും മാർക്കറ്റിലെ ആളുകളെയൊക്കെ ആ ഫോട്ടോ കാണിച്ചു. അവരെയൊക്കെ കണ്ട അൻഷാദ് അവരുടെ ആ കയ്യില് ടാറ്റു ഉൾപ്പെടെ കാണിച്ചു കൊടുക്കുകയാണ്. കന്നഡയിൽ രാജു എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അങ്ങനെ അവരെയൊക്കെ അത് കാണിച്ചപ്പോഴാണ് കടക്കാര് അൻഷാദിനോട് നാടോടി സ്വഭാവത്തിലുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് അന്വേഷിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നത്. അങ്ങനെയാണ് അൻഷാദ് ഈ അതിഥി തൊഴിലാളികളെ പോലെ നാടോടികളായിട്ട് താമസിക്കുന്ന ആളുകളുള്ള ഭാഗങ്ങളിലെത്തുന്നത്. ഒരുപാട് അതിഥി തൊഴിലാളികൾ കേരളത്തിലേക്ക് വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് എത്തും. പക്ഷെ പണ്ട് കാലത്ത് ഈ നാടോടികളാണ് അങ്ങനെ എത്തിക്കൊണ്ടിരുന്നത്. അവരെവിടെയെങ്കിലുമൊക്കെ തങ്ങും, ചില പ്രതിമകളൊക്കെ ഉണ്ടാക്കും, അല്ലെങ്കിൽ ചില ചിത്രങ്ങളൊക്കെ വരയ്ക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് കുറച്ച് ദിവസം ഒരു സ്ഥലത്തുണ്ടാവും. പിന്നെ അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറും. ആ ടൈപ്പിലുള്ള ആളുകളിൽ ആരെങ്കിലും ആണോ ഇവരെന്നാണ് ഇനി അറിയേണ്ടത്. ഇതിനിടയിൽ പോലീസ് ഈ ഇരിട്ടി സ്റ്റേഷൻ പരിധിയിലുള്ള എല്ലാ അന്യദേശ തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്തും ഒരു അന്വേഷണം നടത്തിയതാണ്. അവിടെ നിന്നൊന്നും ആ സ്ത്രീയെക്കുറിച്ച് ഒരു വിവരവും പോലീസിന് കിട്ടിയിരുന്നില്ല. അതുകൊണ്ടാണ് അന്വേഷണം ഇപ്പോൾ ഈ നാടോടി വിഭാഗത്തിലേക്ക് പതുക്കെ അൻഷാദ് മാറ്റുന്നത്. അതിന് ഈ മാർക്കറ്റിലെ കടക്കാരുടെയും ഒരു സഹായം ഉണ്ടായി. അങ്ങനെ ഈ നാടോടി വിഭാഗത്തിലെ ആളുകളൊക്കെ തമ്പടിച്ച് താമസിക്കുന്ന ഓരോ സ്ഥലവും അല്ലെങ്കിൽ തമ്പടിച്ച് താമസിച്ചിരുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടെത്തിയ അൻഷാദ് അവിടങ്ങളിലൊക്കെ അതേ ചിത്രങ്ങൾ കാണിച്ച് പതുക്കെ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി. അൻഷാദ് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ആ ഫോട്ടോയും ആ ടാറ്റുവും കാണിക്കും. അങ്ങനെ കാണിച്ച് സംസാരിച്ച് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് അൻഷാദിന്റെ ആ യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അത്ര പ്രായമൊന്നുമില്ലാത്ത ഒരു പെൺകുട്ടി ആ ചിത്രം തിരിച്ചറിഞ്ഞു. ആ പെൺകുട്ടി ആ സ്ത്രീയെ കണ്ടിട്ടുണ്ടെന്ന് മാത്രമല്ല ആ സ്ത്രീയുടെ പേരും അവർക്കറിയാം. ശോഭ എന്നാണ് ആ സ്ത്രീയുടെ പേര്. അവരുടെ കയ്യിലെ ആ രാജു എന്ന് കന്നഡയിൽ എഴുതിയിരിക്കുന്ന ആ ടാറ്റുവും അവള് കൃത്യമായി ഓർക്കുന്നുണ്ട്. അൻഷാദിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും നിർണായകമായ ഒരു ഇൻഫർമേഷനാണ് കിട്ടിയിരിക്കുന്നത്. ഒരു പേരുമില്ലാത്ത ഒരു ആളുടെ ഡെഡ് ബോഡി എന്നതിന് പകരം ഇപ്പോ ഇതാ ശോഭ എന്ന സ്ത്രീയുടെ ഡെഡ് ബോഡിയായി കഥ മാറുകയാണ്. ആ ശോഭയുമായി ബന്ധിപ്പിച്ച എന്തെങ്കിലും വേറെ ഇൻഫർമേഷൻ അറിയാമോ എന്ന് ആ പെൺകുട്ടിയോട് അൻഷാദ് തിരക്കപ്പോൾ അവള് ഓർത്തെടുത്ത് ഒരു കാര്യം പറഞ്ഞു. പണ്ട് ഒരു തവണ ആ സ്ത്രീ അവളെ വിളിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു ഊഹമാണ് അവക്കുള്ളത് ഏത് കാലഘട്ടത്തിലാണ് വിളിച്ചത്. അവളും അൻഷാദും ചേർന്ന് അവളുടെ ഫോണിൽ നിന്ന് ആ നമ്പർ കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമം നടത്തി. പണ്ടങ്ങാണ്ടോ വിളിച്ച ഒരു നമ്പറാണ്. ഒരു ഏകദേശ മാസം അവളുടെ ഉള്ളിലുണ്ട്. അവള് പറഞ്ഞ ആ ഒരു മാസം കണക്കാക്കി ആ നമ്പറുകൾ ഇങ്ങനെ പരിശോധിച്ച് വരുമ്പോൾ ഒരു പർട്ടിക്കുലർ നമ്പർ കണ്ടപ്പോൾ അവള് അൻഷാദിനോട് പറഞ്ഞു, സർ ഈ നമ്പർ ആണെന്ന് തോന്നുന്നു. എത്രയോ നാളുകൾക്ക് മുമ്പാണ് അവൾക്ക് ആ കോള് കിട്ടിയത്. എന്തായാലും ആ നമ്പർ എടുത്ത് സംശയം തീർക്കാൻ വേണ്ടി അൻഷാദ് ആ നമ്പറിലേക്ക് വിളിച്ചു. അൻഷാദ് വിളിച്ചപ്പോൾ മറുഭാഗത്ത് ഫോൺ എടുത്ത ആള് കന്നഡയില സംസാരിക്കുന്നത്. അൻഷാദിനാണെങ്കിൽ കന്നഡ അറിയില്ല. അൻഷാദ് കോള് കട്ട് ചെയ്തിട്ട് സ്റ്റേഷനിലെത്തി കന്നഡ അറിയാവുന്ന ഒരാളെ കൊണ്ട് വീണ്ടും ആ നമ്പറിലേക്ക് വിളിപ്പിച്ചു. ആ പോലീസുകാരൻ വിളിച്ചപ്പോൾ മറുഭാഗത്ത് ഫോൺ എടുത്ത ആള് അയാളുടെ പേര് പറഞ്ഞു. അയാളുടെ പേര് TK മഞ്ജുനാഥ് എന്നാണ്. TK മഞ്ജുനാഥിനോട് ഇരിട്ടി പോലീസ് സ്റ്റേഷനിലെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ സംഭവത്തിന്റെ ഒരു പശ്ചാത്തലം പറഞ്ഞു. ശോഭ എന്ന പേരുള്ള ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡി അവര് സൂക്ഷിക്കുകയാണെന്നും അത് നിങ്ങൾക്ക് അറിയാവുന്ന ആളാണോ എന്ന് അറിയാൻ വേണ്ടിയാണ് വിളിച്ചതെന്ന് പറഞ്ഞതും TK മഞ്ജുനാഥ് ഉടൻ തന്നെ പോലീസിനോട് അയാൾക്ക് ശോഭയെ അറിയാമെന്ന് സമ്മതിച്ചു. അയാളുടെ ജ്യേഷ്ഠന്റെ മകളാണ് ശോഭ ഹസ്ബൻഡുമായിട്ട് കേരളത്തിൽ താമസമാണെന്നും അയാള് പോലീസിനോട് പറഞ്ഞു. എന്തായാലും ആ ബോഡി ഐഡന്റിഫൈ ചെയ്യാനായി മഞ്ജുനാഥിനോട് സ്റ്റേഷനിലേക്ക് വരാൻ പോലീസ് ആവശ്യപ്പെട്ടു. പിറ്റേ ദിവസം തന്നെ മഞ്ജുനാഥ് ഇരിട്ടി സ്റ്റേഷനിൽ എത്താമെന്ന് പോലീസിന് വാക്കുകൊടുത്തു. പിറ്റേ ദിവസം പോലീസ് ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ മഞ്ജുനാഥ് വന്നില്ല. പക്ഷെ അന്ന് വൈകുന്നേരം ആയപ്പോ ഒരാള് കടന്നു വന്നു. അയാള് ശോഭയുടെ ഡെഡ് ബോഡിയെ കുറിച്ച് തിരക്കിയാണ് പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. അയാളുടെ പേര് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ പേര് കേട്ടപ്പോൾ പോലീസിന്റെ അതിശയം. അയാൾ പറഞ്ഞ പേര് മഞ്ജുനാഥ് എന്നല്ല. നിങ്ങൾ ആരാ? ആ പോലീസിന്റെ വിരട്ടൽ ചോദ്യം കേട്ടപ്പോൾ അവൻ കാര്യം പറഞ്ഞു. അവനൊരു വക്കീലിന്റെ ഗുമസ്തനാണ്. മഞ്ജുനാഥ് വരുമെന്ന് പറഞ്ഞിട്ട് വരാതെ ഒരു വക്കീലിന്റെ ഗുമസ്തനെ ആ ബോഡി ഐഡന്റിഫൈ ചെയ്യാനായി അവിടേക്ക് വിട്ടതിൽ പോലീസിന് ഒരു അസ്വാഭാവികത ഫീൽ ചെയ്തു. അങ്ങനെയാണ് അൻഷാദും ടീമും മഞ്ജുനാഥിനെ കുറിച്ചുള്ള വിവരങ്ങൾ അവിടെ എത്തിയ ആ ആളോട് തിരക്കി അറിഞ്ഞതിന് ശേഷം നേരെ മഞ്ജുനാഥിനെ തിരക്കി കർണാടകത്തിലേക്ക് കടക്കുന്നത്. അൻഷാദും പോലീസുകാരും കൂടി കർണാടകത്തിലെ തുംകൂറിലാണ് എത്തിയത്. നമ്മുടെ മലയാളികളൊക്കെ പഠിക്കാൻ ചെല്ലുന്ന അതേ തുംകൂർ. അവിടെ മഞ്ജുനാഥിന്റെ അഡ്രസ്സ് കണ്ടെത്തി പോലീസ് സംഘം ആ വീട്ടിലെത്തിയപ്പോൾ അവിടെ മഞ്ജുനാഥ് ഇല്ല. വീടിന്റെ വാതിൽ തുറന്നത് മഞ്ജുനാഥിന്റെ ഭാര്യയാണ്. മഞ്ജുനാഥ് എവിടെയെന്ന് ആ കന്നഡ അറിയാവുന്ന ആള് തിരക്കിയപ്പോൾ മഞ്ജുനാഥ് അവിടെ ഇല്ല എന്ന് ഭാര്യ മറുപടി പറയുകയും ചെയ്തു. പക്ഷെ പോലീസിനൊരു സംശയം. പോലീസ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് രഹസ്യമായി ആ വീട് നിരീക്ഷിച്ച് അങ്ങനെ കാത്തിരിക്കുമ്പോൾ പോലീസ് പോയി കഴിഞ്ഞു എന്ന് പൂർണ്ണ ബോധ്യം വന്ന മഞ്ജുനാഥ് പതുക്കെ വീടിന് പുറത്തേക്ക് ഇറങ്ങിയതും പോലീസ് അയാളെ വളഞ്ഞിട്ടങ്ങ് പിടിച്ചു. പോലീസ് മഞ്ജുനാഥിനെ പൊക്കുന്നത് ഫെബ്രുവരി 7-നാണ്. ജനുവരി 21-നാണ് ബോഡി ആ ഇരിട്ടിയിലെ കിണറ്റിൽ നിന്ന് കിട്ടിയത്. എന്തായാലും
2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും മഞ്ജുനാഥ് എന്ന വ്യക്തിയെ പോലീസ് ഇവിടെ ഇരിട്ടി സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. മഞ്ജുനാഥും ഈ ശോഭയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മഞ്ജുനാഥ് നേരത്തെ തന്നെ പോലീസിനോട് പറഞ്ഞു. മഞ്ജുനാഥ് പറഞ്ഞത് മഞ്ജുനാഥിന്റെ ജ്യേഷ്ഠന്റെ മകളാണ് ശോഭ എന്നാണ്. പോലീസിനെ അറിയാം ശോഭ കിണറ്റിനകത്ത് വീണ് മരിച്ചു പോയതാണ്. സ്വാഭാവികമായ ഒരു അപകടമാണ്. ആ അപകടമരണം പോലീസ് വിളിച്ചു പറഞ്ഞപ്പോൾ മഞ്ജുനാഥ് വരാന്ന് പറഞ്ഞിട്ട് വരാത്തതും വീട്ടിനകത്ത് ഉണ്ടായിരുന്നിട്ടും ഇല്ല എന്ന് ഭാര്യയെ കൊണ്ട് കളവ് പറയിച്ചതുമാണ് പോലീസ് മഞ്ജുനാഥിനെ പൊക്കാനുള്ള കാരണം. അവന്റെ ജ്യേഷ്ഠന്റെ മകളാണ് മരണപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ അവനല്ലേ അന്വേഷിച്ച് വരേണ്ടത്. അതിന് പകരം ഏതോ ഒരു വക്കീലിന്റെ ഒരു ഗുമസ്തനെ അയച്ചത് ശരിയല്ല എന്ന് പോലീസ് അറിയാം. അതുകൊണ്ടാണ് പോലീസ് അവനെ വിശദമായി ചോദ്യം ചെയ്യുന്നത്. പക്ഷെ അതിന് അവൻ നൽകുന്ന മറുപടി പോലീസിനെ അങ്ങോട്ട് തൃപ്തികരമായി ഫീൽ ചെയ്യുന്നുമില്ല. മഞ്ജുനാഥിന്റെ മൊഴിയിലുള്ള പൊരുത്തക്കേട് സ്വാഭാവികമായും പോലീസിന്റെ ശ്രദ്ധയപ്പെടുമല്ലോ. അവര് വിശദമായ ചോദ്യം ചെയ്യലിന് മഞ്ജുനാഥിനെ വിധേയമാക്കിയപ്പോൾ അവസാനം മഞ്ജുനാഥ് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. മഞ്ജുനാഥിന് ശോഭയെ അറിയാം. ശോഭ അയാളുടെ ബന്ധുവാണ്. പക്ഷെ അയാൾ നേരത്തെ പറഞ്ഞതുപോലെ അയാളുടെ ജ്യേഷ്ഠന്റെ മകളൊന്നുമല്ല ശോഭ. ശോഭ ഓൾറെഡി മാരീഡാണ്. ശോഭയുടെ ഭർത്താവിന്റെ പേര് രാജു എന്നാണ്. രാജുവും ഭാര്യയും 2 പിള്ളേരുമായി കേരളത്തിലാണ് താമസം. അവരെക്കുറിച്ച് ഈ തുംകൂറുള്ള അവരുടെ ബന്ധുക്കൾക്ക് വേറെ വിവരമൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ രാജു ശോഭയുമായി പിണങ്ങി അവളെ ഉപേക്ഷിച്ചിട്ട് പോയ കാര്യം മഞ്ജുനാഥ് അറിയുന്നത്. മഞ്ജുനാഥിന് പണ്ടേ പരിചയമുള്ള ആളാണ് ഈ ശോഭ. വിവരം അറിഞ്ഞപ്പോൾ മഞ്ജുനാഥ് ശോഭയെ തിരക്കി കേരളത്തിലെത്തി. വന്ന് കണ്ടപ്പോൾ അയാൾക്ക് സങ്കടമായി. 2 കൊച്ചു പിള്ളേരുമായി ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വരുന്ന ആ ലേഡിയുടെ ദുരവസ്ഥയിൽ വിഷമം തോന്നിയ മഞ്ജുനാഥ് അവളുടെ സഹായത്തിനായി അവൾക്കൊപ്പം അങ്ങ് കൂടുകയാണ്. പതുക്കെ പതുക്കെ അവർ തമ്മിലുള്ള ബന്ധം അങ്ങ് ബിൽഡായി. അങ്ങനെയാണ് അവര് മാനന്തവാടിയിൽ ഒരു വീടെടുത്ത് താമസമാക്കുന്നത്. കൊച്ചുകുട്ടികൾക്കൊപ്പം ആ കുടുംബം വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോവുകയാണ്. മാനന്തവാടിയിൽ നിന്ന് അവര് കുറെ നാൾ കഴിഞ്ഞപ്പോൾ കണ്ണൂർ ഇരിട്ടിയിലേക്ക് താമസം മാറ്റി. ഇരിട്ടിയിൽ അവർ താമസമാക്കുന്നത് ഈ നാടോടികളുടെ രൂപത്തിലാണ്. ശരിക്കും വേറെ സൗകര്യങ്ങളൊന്നും ഇല്ലാതെ താമസിക്കാൻ പറ്റുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ആണല്ലോ ഈ നാടോടികളുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ അവിടെ ശോഭയ്ക്കൊപ്പം താമസിക്കുമ്പോഴും മഞ്ജുനാഥിന് ഒരു വിഷയമുണ്ട്. മഞ്ജുനാഥിന് തുംകൂറിൽ ഭാര്യയും കുടുംബമൊക്കെ ഉണ്ടല്ലോ. ഇടയ്ക്ക് അയക്ക് ശോഭയുടെ അടുത്തുനിന്ന് തുംകൂറിലേക്ക് പോകേണ്ടി വരും. അങ്ങനെ പോകാൻ ശ്രമിക്കുമ്പോൾ അത് എന്തിനാണെന്ന് കൃത്യമായി ശോഭയ്ക്ക് അറിയാം. ആദ്യമൊന്നും അവള് എതിരഭിപ്രായം പറഞ്ഞിരുന്നില്ലെങ്കിലും പിന്നീട് അവള് അവളുടെ അഭിപ്രായം വ്യക്തമാക്കി തുടങ്ങി. തന്റെ കൂടെ കഴിയുമ്പോൾ തന്റെ കൂടെ കഴിയണം, അല്ലാതെ കൂടെ ആദ്യത്തെ ഭാര്യയെ തിരക്കി പോയാൽ അത് ശരിയാവില്ല എന്ന് ശോഭ പറഞ്ഞു തുടങ്ങുകയും മഞ്ജുനാഥിനെ കൂടെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയും ചെയ്തിടത്തുനിന്നാണ് പതുക്കെ വിഷയങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ദിവസം അവർ തമ്മിലുള്ള വഴക്ക് മൂർച്ഛിച്ചതും ദേഷ്യം വന്ന മഞ്ജുനാഥ് അവളുടെ കഴുത്തിൽ നിന്ന് പിടിച്ചു പോയതാണ്. അങ്ങനെ പിടിച്ചതും അവള് ശ്വാസം മുട്ടി മരിച്ച് താഴെ വീണു. അവൾ മരിച്ചപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ ആദ്യം ഒന്ന് അമ്പരന്ന് പോയെങ്കിലും പിന്നീട് അവൻ അവളെ സമീപത്തുള്ള പൊട്ടക്കിണറ്റിന്റെ അടുത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. അത് സംഭവിക്കുന്നത് 2017 ജനുവരി 14 ആ പൊട്ടക്കിണറ്റിന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന അയാള് ആ ബോഡി ആ കിണറ്റിന്റെ പാതയിൽ ചാരി നിർത്തിയതിനു ശേഷം മറ്റാരും ശ്രദ്ധിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് കിണറ്റിനകത്തേക്ക് പതുക്കെ തള്ളിയിടുകയായിരുന്നു. ശോഭയുടെ ഡെഡ് ബോഡി ഒരു ശബ്ദത്തോടെ ആ കിണറ്റിനകത്ത് വീഴുമ്പോൾ ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയ മഞ്ജുനാഥ് വീട്ടിലേക്ക് മടങ്ങിയായിരുന്നു. അത്രയും മഞ്ജുനാഥ് പറഞ്ഞപ്പോൾ പോലീസ് മഞ്ജുനാഥോട് ചോദിച്ചു, അപ്പോൾ ശോഭയുടെ കുട്ടികളും? ഞാൻ അവരെ തുംകൂർ കൊണ്ടുപോയി. തുംകൂർക്കോ? അവിടെ ആ കുട്ടികളെ കൊണ്ടുവന്നിട്ട് എവിടെയാക്കി? ഞാൻ എന്നെ വീട്ടിലാക്കി. നിന്റെ ഭാര്യ ആ കുട്ടികൾ ഉൾക്കൊണ്ടോ? ആരുടെ കുട്ടികളെന്ന് ചോദിച്ചില്ലേ? സർ, ശോഭ ഞങ്ങളുടെ ബന്ധുവാണല്ലോ. ശോഭയുടെ ഭർത്താവ് അവളെ ഉപേക്ഷിച്ച് പോയെന്നും അവൾ മരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ കുട്ടികളെ എൻ്റെ വീട്ടിലാക്കിയിരിക്കുകയാണ്. പക്ഷെ ഞങ്ങൾ അവിടെ വന്നപ്പോൾ ആ കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോൾ നമുക്ക് അവിടേക്ക് പോയാൽ ആ കുട്ടികളെ കാണാൻ പറ്റൂ. അങ്ങനെ പോലീസ് ചോദിച്ചപ്പോൾ മഞ്ജുനാഥിന്റെ മുഖങ്ങ് വിളറി. തുടർന്ന് അൻഷദ് ടീമും മഞ്ജുനാഥിനെ കാര്യമായി ചോദ്യം ചെയ്തതും അവൻ മറ്റൊരു കഥ കൂടി പോലീസിനോട് പറയുകയാണ്. സർ, ശോഭ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ കുട്ടികളെ ഒറ്റയ്ക്ക് അവിടെ താമസിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ആ കുട്ടികളുമായിട്ട് നേരെ മൈസൂരെത്തി. അവിടെ എനിക്ക് പരിചയമുള്ള ഒരു അനാഥാലയമുണ്ട്. അവിടെ ആക്കാനായിട്ട് ഞാൻ ആ കുട്ടികളുമായിട്ട് വന്നപ്പോൾ അവർ ആ കുട്ടികളെ എടുത്തില്ല. നമ്മൾ ആരെങ്കിലും കൊണ്ടുവന്ന് ആക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറേ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അവർക്ക് വേണമെന്ന്. എൻ്റെ കയ്യിൽ ആ ഡോക്യുമെൻറ്റ്സ് ഒന്നുമില്ല. ഞാൻ അതുകൊണ്ടാണ് ആ കുട്ടികളുമായി ബാംഗ്ലൂരേക്ക് പോയത്. ബാംഗ്ലൂരിൽ അനാഥാലയങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. അവിടെ ഏതെങ്കിലും അനാഥാലയത്തിൽ ആക്കാനായിട്ടാണ് ഞാൻ അവിടെ കൊണ്ടുപോയത്. പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് എൻ്റെ കയ്യിൽ നിന്ന് ആ കുട്ടികൾ മിസ്സായിപ്പോയി. മഞ്ജുനാഥ് പറഞ്ഞ കഥ പോലീസ് സശ്രദ്ധം കേട്ടിരിക്കുകയാണ്. എന്നാണ് അയാൾ ആ കുട്ടികളെ ഇരിട്ടിൽ നിന്ന് മൈസൂരിലേക്കും മൈസൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയെന്നുള്ള ഡീറ്റെയിലും പോലീസ് കളക്ട് ചെയ്തു.
അയാൾ പറയുന്നതിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് അറിയാൻ വേണ്ടി ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിലെ CCTV വിഷ്വലുകൾ പരിശോധിക്കാനുള്ള നടപടിയിലേക്ക് പോലീസ് സംഘം കടന്നു. അതിനുവേണ്ടിയാണ് അൻഷാദും ടീമും ബാംഗ്ലൂരിൽ എത്തിയത്. അവിടെയുള്ള പോലീസിന്റെ സഹായത്തോടുകൂടി അവർ CCTV വിഷ്വലുകൾ പരിശോധിച്ചു തുടങ്ങി. മഞ്ജുനാഥ് പറഞ്ഞിരിക്കുന്ന തീയതിയിൽ അയാൾ പറഞ്ഞ സമയത്ത് തന്നെ ആ കുട്ടികളും അയാളും കൂടി ആ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിന്റെ വിശദമായ വിഷ്വൽ അവർക്ക് കിട്ടി. പക്ഷേ മഞ്ജുനാഥ് പറഞ്ഞത് അവിടെ വെച്ച് ആ കുട്ടികൾ അയാളുടെ കയ്യിൽ നിന്ന് മിസ്സായി എന്നാണ്. പക്ഷെ പോലീസ് ആ വിഷ്വലിൽ ഇങ്ങനെ പരിശോധിച്ച് വരുമ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു വിഷ്വൽ അവർക്ക് കിട്ടി. മഞ്ജുനാഥ് ആ കുട്ടികളുമായി ഒരു ട്രെയിനിന് നേരെ നടക്കുന്ന വിഷ്വലാണ് അവർക്ക് കിട്ടുന്നത്. ട്രെയിനിന്റെ അടുത്തെത്തിയ മഞ്ജുനാഥ് ആ കുട്ടികളെ ഒരു ട്രെയിനിനകത്തേക്ക് കയറ്റി. ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുള്ള കുട്ടികളെ പോലെ തന്നെ ആ കുട്ടികൾ ട്രെയിനിനകത്തേക്ക് കിടക്കുകയാണ്. മഞ്ജുനാഥും ഒപ്പം കടന്നു. കുറെ കഴിഞ്ഞിട്ട് പോലീസ് കാണുന്നത് ട്രെയിൻ മൂവ് ചെയ്യുന്നതാണ്. അതിന് തൊട്ട് മുമ്പ് ട്രെയിനിൽ നിന്ന് മഞ്ജുനാഥ് ചാടി ഇറങ്ങുന്ന വിഷ്വലും പോലീസിന് കിട്ടി. ആ വിഷ്വൽ കളക്ട് ചെയ്ത പോലീസ് സംഘം വീണ്ടും മഞ്ജുനാഥിനെ ചോദ്യം ചെയ്തു. ആ കുട്ടികളെ ആ ട്രെയിനകത്ത് കയറ്റിയിട്ട് മഞ്ജുനാഥ് എന്തിനാണ് ആ ട്രെയിനിനകത്തുനിന്ന് ചാടി ഇറങ്ങിയത് എന്നാണ് പോലീസിന് അറിയേണ്ടത്. അപ്പോഴാണ് അവൻ താൻ അതുവരെ പറഞ്ഞ കഥയിൽ ലേശം മാറ്റമുണ്ടെന്ന് പോലീസിനോട് സൂചിപ്പിക്കുന്നത്. അവൻ അനാഥാലയത്തിലാക്കാനല്ല ബാംഗ്ലൂരിലേക്ക് ആ കുട്ടികളെ കൊണ്ടുവന്നത്, കുട്ടികളെ എവിടെയെങ്കിലും ഉപേക്ഷിക്കാനാണ്. അവൻ ആ കുട്ടികളെ ട്രെയിനിൽ കയറ്റി വിടുകയായിരുന്നു. ആ ട്രെയിൻ എങ്ങോട്ടാണ് പോയെന്ന് അറിയാമോ എന്ന ചോദ്യത്തിനും അവന് ഉത്തരമുണ്ട്. അത് മുംബൈക്കുള്ള ട്രെയിനായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് മുംബൈക്ക് പോകുന്ന ഒരു ട്രെയിനിനകത്ത് ആ കുട്ടികളെ അവൻ കയറ്റി വിട്ടിരിക്കുകയാണ്. 2 കൊച്ചുകുട്ടികളാണ്, ഒരു പെൺകുട്ടിയും ഒരു പയ്യൻസ്. ആ പയ്യൻസാണ് മൂത്തത്. ശരിക്കും ഈ മഞ്ജുനാഥ് പറയുന്ന കഥ കേട്ട് ആ പോലീസുകാരെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. എട്ടും പൊട്ടും തിരിയാത്ത 2 കൊച്ചു പിള്ളേരെ ട്രെയിനിനകത്ത് കയറ്റി വിട്ടിരിക്കുകയാണ്. അവർക്ക് ചെന്നിറങ്ങുന്ന സ്ഥലത്തെ ഭാഷ പോലും അറിയില്ല. ആ പിള്ളേർ ബാംഗ്ലൂരിൽ നിന്ന് മുംബൈയിൽ എത്തുന്നവരെ ആഹാരം കഴിക്കണമല്ലോ, അതിനുള്ള പണം അവരുടെ ഉണ്ടോ? ആ ചോദ്യം മഞ്ജുനാഥനോട് പോലീസ് ചോദിച്ചപ്പോൾ അവൻ ഒന്നും മിണ്ടിയില്ല. ഒരു പൈസയും കൊടുക്കാതെ ആ പിള്ളേരെ കയറ്റി വിട്ടിരിക്കുകയാണ്. ഒരു ദുഷ്ടനും സാധാരണഗതിയിൽ ചെയ്യാത്ത ക്രൂരതയാണ് മഞ്ജുനാഥ് കാണിച്ചിരിക്കുന്നത്. ഈ കഥ കേട്ടുകൊണ്ടിരിക്കുന്ന അൻഷാദിന് ശരിക്കും അത് നന്നായി മനസ്സിൽ കൊണ്ടു. ആ കുട്ടികൾ മുംബൈയിൽ എത്തിക്കാണോ, അതോ ബാംഗ്ലൂരിനും മുംബൈക്ക് ഇടയിലുള്ള ഏതെങ്കിലും സ്റ്റേഷനിൽ അവർ ഇറങ്ങിക്കാണോ? ഒരുപാട് ഫിഷാടന മാഫിയ സജീവമായ ഒരു മേഖലയാണ്. അവർ ഈ പിള്ളേരെങ്ങനെ കണ്ടാൽ അപ്പോൾ പൊക്കിക്കൊണ്ടുപോകും. അൻഷാദിന് മാത്രമല്ല, ആ എൻ്റെ സ്റ്റേഷനിലെ പോലീസുകാരും വളരെ ടെൻഷനിലായി. ആ കുട്ടികളെ കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിലേക്ക് പോലീസ് കടക്കുന്നത് ആ നിമിഷം മുതലാണ്. ആ കുട്ടികൾ ബാംഗ്ലൂരിനും മുംബൈക്ക് ഇടയിലുള്ള ഏതെങ്കിലും സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് പോലീസിന് അറിയണം. അതോടൊപ്പം മുംബൈയിൽ ആ കുട്ടികൾ എത്തിയിട്ടുണ്ടെങ്കിൽ അതും അറിയണം. അതിനുവേണ്ടിയുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുമ്പോഴാണ് ഈ വാർത്ത പതുക്കെ സ്പ്രെഡ് ആവുന്നു. ശോഭ എന്ന സ്ത്രീയുടെ മരണത്തെക്കുറിച്ചുള്ള വാർത്ത വായിച്ച ഒരു സ്ത്രീ ഇരിട്ടി പോലീസ് സ്റ്റേഷനെ ബന്ധപ്പെട്ടു. അവളുടെ സഹോദരന്റെ പേര് രാജു എന്നാണ്. രാജുവിന്റെ ഭാര്യയുടെ പേരും ശോഭ എന്നാണ്. ശോഭ എന്ന സ്ത്രീയെക്കുറിച്ചും ആ സ്ത്രീയുടെ കയ്യിൽ രാജു എന്ന് ടാറ്റു കുത്തിയതൊക്കെ ഈ വാർത്തകൾ കണ്ടതുകൊണ്ടാണ് അവര് ഇരിട്ടി പോലീസ് സ്റ്റേഷനെ ബന്ധപ്പെട്ടത്. ആ സ്ത്രീ വളരെ നിർണായകമായ ചില കാര്യങ്ങൾ പോലീസിനെ ധരിപ്പിച്ചു. അവരുടെ സഹോദരൻ രാജുവും ശോഭയും മക്കളും ഒന്നിച്ച് കേരളത്തിൽ താമസിക്കുകയായിരുന്നു. പക്ഷെ 2015 ഡിസംബർ മുതൽ അവളുടെ സഹോദരനെ കോൺടാക്ട് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടില്ല. ശോഭയോട് തിരക്കിയപ്പോൾ രാജു തന്നെ ഉപദ്രവിച്ചിട്ട് തന്നെ ഉപേക്ഷിച്ച് മറ്റെങ്ങോട്ടോ പോയിരിക്കുകയാണെന്നാണ് അന്ന് രാജുവിന്റെ സഹോദരിയോട് ശോഭ പറഞ്ഞത്. കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയിൽ പലതവണ അവൾ രാജുവിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അപ്പോഴൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഏകദേശം 14 മാസമായി. രാജുവിൻ്റെ വെയറബൌട്ട്സ് ഒന്നുമില്ല. രാജുവിൻ്റെ ഭാര്യയായിരുന്ന ശോഭ മരണപ്പെടുകയും ചെയ്തു. അവരുടെ 2 കുട്ടികളെക്കുറിച്ചും ഒരു വിവരവുമില്ല. ഈ കാര്യങ്ങളൊക്കെ ഏതാണ്ട് അറിഞ്ഞതുകൊണ്ടാണ് അവരിപ്പോൾ പോലീസിനെ ബന്ധപ്പെടുന്നത്. എന്തായാലും പോലീസിന് അവര് വളരെ നിർണായകമായ മറ്റൊരു ഇൻപുട്ടൂടെ നൽകി. അത് ഒരു ഫോട്ടോയാണ്. രാജുവും ശോഭയും 2 കുട്ടികളും ഉള്ള ഒരു ഫോട്ടോ. ആ ഫോട്ടോ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും നിർണായകമായ ഒരു എവിഡൻസ് ആയി. ആ ഫോട്ടോസ് മുംബൈ വരെയുള്ള എല്ലാ സ്റ്റേഷനിലേക്കും ഉടനെ പോലീസ് അയച്ചു. ആ കുട്ടികളെ കണ്ടുകിട്ടുന്നവർ ആ വിവരം ഇരിട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് റിപ്പോർട്ട് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അവര് ആ ഫോട്ടോ ഫോർവേഡ് ചെയ്തിരിക്കുന്നത്. ശരിക്കും സമാനതകളില്ലാത്ത ഒരു അന്വേഷണമാണ് ആ കുട്ടികൾക്ക് വേണ്ടി തുടർന്ന് ഇരിട്ടി പോലീസ് നടത്തിയത്. ധാരാളം പോസ്റ്ററുകൾ പല സ്ഥലത്ത് ഒട്ടിച്ച ഇരിട്ടി പോലീസ് സംഘം അതിനിടയിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും മുംബൈയിലേക്ക് ചൈൽഡ് വെൽഫെയർ കൗൺസിൽ ഓഫീസുകളെ ബന്ധപ്പെടുകയും ചെയ്യുകയാണ്. കൊച്ചുകുട്ടികളാണല്ലോ. ആ കുട്ടികളെ കണ്ടുകിട്ടുന്നവർ മിക്കവാറും അതാത് സ്ഥലത്ത് ചൈൽഡ് വെൽഫെയർ കൗൺസിലിംഗരെ ഏൽപ്പിക്കാനുള്ള സാധ്യതയുണ്ടെന്ന്
തോന്നിയതുകൊണ്ടാണ് അവരങ്ങനെ ബന്ധപ്പെടുന്നത്. ഈ സമയത്ത് നമ്മുടെ കേരളത്തിലേക്ക് ഫേസ്ബുക്ക് വളരെ സജീവമായി വരുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഫേസ്ബുക്കിൽ ആ കുട്ടികളുടെ ഫോട്ടോ ഉൾപ്പെടെ ഇരിട്ടി പോലീസ് വാർത്ത നൽകി. അത് അതിവേഗം പല സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡായി. ആ വാർത്ത കിട്ടുന്നവരൊക്കെ ആ വാർത്ത ഷെയർ ചെയ്തുകൊണ്ടേയിരുന്നു. ആ കുട്ടികളെ കുറിച്ചുള്ള ഏതെങ്കിലും ഇൻഫർമേഷൻ ആർക്കെങ്കിലും കിട്ടിയാൽ അത് ഉടൻ തന്നെ ഇരിട്ടി പോലീസ് സ്റ്റേഷനെ അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആ പോലീസിന്റെ ആവശ്യം ഉൾപ്പെടെയാണ് ഫോർവേഡ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ ആ ഇൻഫർമേഷൻ അങ്ങനെ സ്പ്രെഡായി വരുമ്പോൾ എറണാകുളത്ത് കാലടി പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസുകാരൻ ഇരിട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. അയാൾക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അത് പറയാനാണ് അയാൾ വിളിക്കുന്നത്. മുംബൈ ചൈൽഡ് വെൽഫെയർ കൗൺസിലുകാരുടെ കസ്റ്റഡിയിൽ 2 കുട്ടികൾ വന്ന് പെട്ടിട്ടുണ്ട്. ആ കുട്ടികൾ ഈ വാർത്തയിൽ സൂചിപ്പിക്കുന്ന അതേ പ്രായത്തിലുള്ളവരാണ്. അത് മാത്രമല്ല, ആ കുട്ടികൾ കന്നഡയാണ് സംസാരിക്കുന്നെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവര് മലയാളം പറയുന്നുണ്ട്. മലയാളം അറിയാവുന്ന കുട്ടികളാണ് അവരെന്ന് കേട്ടതുകൊണ്ടാണ് ആ വിവരം ഇരിട്ടി പോലീസ് സ്റ്റേഷനെ അറിയിക്കാൻ ഈ കാലടി പോലീസുകാരൻ തയ്യാറായത്. അപ്പോൾ ഡേറ്റ് മാർച്ച് 19 ജനുവരി 21 യഥാർത്ഥത്തിൽ ശോഭയുടെ ഡെഡ് ബോഡി കിട്ടുന്നത്. അൻഷാദും രാജുവിന്റെ സഹോദരിയും കുറച്ച് പോലീസുകാരും ഇരിട്ടിയിൽ നിന്ന് നേരെ മുംബൈക്ക് തിരിച്ചു. മുംബൈയിൽ എത്തിയ ആ ടീമിനെ ആശ്വാസകരമായ ഒരു കാഴ്ചയാണ് അവർ കണ്ടത്. ആ ഫോട്ടോയിലുള്ള അതേ കുട്ടികൾ തന്നെയാണ് അവിടെ ഉള്ളത്. രാജുവിന്റെ സഹോദരി ആ കുട്ടികളെ തിരിച്ചറിയുകയും ചെയ്തു. മുംബൈയിൽ നിന്ന് ആ കുട്ടികളെ ഏറ്റുവാങ്ങി അൻഷാദും സംഘവും ആ കുട്ടികളുമായി കണ്ണൂരിലേക്ക് മടങ്ങുമ്പോൾ വേറെ ചില കാര്യങ്ങളൊക്കെ ഇവിടെ കർണാടകത്തിലും കേരളത്തിലുമായി സംഭവിച്ചു കഴിഞ്ഞു. അത് സംഭവിക്കുന്നത് മഞ്ജുനാഥുമായി ബന്ധപ്പെട്ടാണ്. മഞ്ജുനാഥ് കള്ളം നിരന്തരമായി പറയുന്നത് ബോധ്യപ്പെട്ട പോലീസ് മഞ്ജുനാഥിനെ വിശദമായ ചോദ്യം ചെയ്യലുകൾക്ക് വിധേയമാക്കി വരുമ്പോഴാണ് അയാളിൽ നിന്ന് ആ വാർത്ത അവർക്ക് കിട്ടുന്നത്. ശരിക്കും രാജു മരിച്ചു എന്ന് പറയുന്നതിനേക്കാൾ ഉപരി നല്ലത് രാജുവിനെ കൊന്നു എന്ന് പറയുന്നതാണ്. ആരാണ് രാജുവിനെ കൊന്നെന്ന ചോദ്യത്തിന് ഉത്തരവുണ്ട്. രാജുവിനെ കൊന്നത് മഞ്ജുനാഥും ശോഭയും ചേർന്നാണ്. മഞ്ജുനാഥും ശോഭയും തമ്മിൽ ഒരു ബന്ധമുണ്ട്. രാജു അറിയാതെയാണ് ആ ബന്ധം അവർ കൊണ്ടുപോകുന്നത്. രാജു അവരുടെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരു തടസ്സമാണെന്ന് 2 പേർക്കും ബോധ്യപ്പെട്ടപ്പോൾ അവര് രാജുവിനെ തന്ത്രപരമായി തുംകൂറിൽ എത്തിക്കുകയായിരുന്നു. തുംകൂറിലെ സിറയ്ക്ക് സമീപത്തുള്ള ഒരു കാട്ടിലേക്കാണ് അവര് രാജുവിനെ കൊണ്ടുവരുന്നത്. ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ എത്തിച്ച അവർ രാജുവിന് വേണ്ടി യഥാർത്ഥത്തിൽ അവിടെ ഒരു കുഴിയൊക്കെ ഒരുക്കിയിരിക്കുകയായിരുന്നു. അവിടെ വെച്ച് രാജുവിനെ കൊണ്ട് മദ്യപിപ്പിച്ച അവർ രാജുവിന്റെ കഴുത്തിൽ ഒരു പ്ലാസ്റ്റിക് കയർ മുറുക്കി വലിച്ച് രാജുവിനെ കൊലപ്പെടുത്തുകയായിരുന്നു. ഭാര്യയും കാമുകനും ചേർന്ന് ഭർത്താവിനെ കൊലപ്പെടുത്തിയതിനു ശേഷം അവർ നേരത്തെ തയ്യാറാക്കിയിരുന്ന ആ കുഴിയിലേക്ക് രാജുവിന്റെ ബോഡി എടുത്തു. ആ കുഴിയിൽ അവർ വിറകൊക്കെ അടുക്കി വെച്ചിരിക്കുകയായിരുന്നു. അതിന്റെ പുറത്തേക്ക് രാജുവിനെ കിടത്തിയ അവർ കയ്യിൽ കരുതിയിരുന്ന ഡീസല് ആ ബോഡിയിലേക്ക് ഒഴിച്ച് ആ ബോഡി ഇങ്ങനെ കത്തിച്ചു. ശരിക്കും കാട്ടിനുള്ളിലായതുകൊണ്ട് ആ സംഭവം ആരുടെയും ശ്രദ്ധയപ്പെട്ടില്ല. രാജുവിന്റെ ബോഡി എരിഞ്ഞു തീരുന്നവരെ അവിടെ നിന്ന് അവർ രാജു ഓർമ്മയായി എന്ന് ബോധ്യമായി കഴിഞ്ഞപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങി. അവര് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ മാനന്തവാടിയിലും അതിനുശേഷം ഇരിട്ടിലേക്ക് ആ കുട്ടികൾ ഒന്നിച്ച് താമസിക്കാൻ. അവിടെ വെച്ചാണ് തുടക്കത്തിൽ ഈ മഞ്ജുനാഥ് പറഞ്ഞ ആ സംഭവം ഉണ്ടായത്. പക്ഷെ മഞ്ജുനാഥ് പറഞ്ഞ ആ സംഭവത്തിന് മഞ്ജുനാഥ് ഉദ്ദേശിക്കാത്ത ഒരു അർത്ഥം കൂടി ഉണ്ടെന്ന് ഇപ്പോൾ പോലീസിന് അറിയാം. മഞ്ജുനാഥ് വിചാരിച്ചു ശരിക്കും ശോഭ മരിച്ചുപോയെന്ന്. യഥാർത്ഥത്തിൽ ശോഭ മരിച്ചിരുന്നില്ല. ശോഭ മരിച്ചു എന്ന് എഴുതി ശോഭയെടുത്ത് കിണറ്റിലേക്ക് മഞ്ജുനാഥ് ഇടുമ്പോൾ ശോഭയ്ക്ക് ജീവനുണ്ടായിരുന്നു. കഴുത്തിൽ അമർത്തി പിടിച്ചപ്പോൾ മയങ്ങിപ്പോയതാണ് എന്നാണ് സത്യം. വെള്ളത്തിൽ വീണ് അവൾ വെള്ളത്തിൽ കിടന്ന് വെള്ളം കുടിച്ചാണ് ശരിക്കും മരിക്കുന്നത്. നമ്മുടെ അൻഷാദൻ ടീമും മുംബൈയിൽ നിന്ന് ആ കുട്ടികളുമായി മടങ്ങി വരുമ്പോൾ ഇവിടെ മഞ്ജുനാഥിനെ തെളിവെടുക്കാനായി അവിടെ കർണാടകത്തിലെ തുംകൂറിലെ സിറയ്ക്ക് സമീപമുള്ള ആ വനത്തിലേക്ക് പോലീസ് കൊണ്ടുപോയിരിക്കുകയാണ്. രാജുവിനെ കത്തിച്ച അതേ സ്ഥലത്തേക്കാണ് മഞ്ജുനാഥിനെ കൊണ്ടുപോയത്. മഞ്ജുനാഥിനെ അവിടെ തെളിവെടുപ്പിന് വിധേയമാക്കുമ്പോഴേക്കും മുംബൈയിൽ നിന്ന് അൻഷാദും ടീമും കുട്ടികളുമായി ഇരിട്ടിയിലെത്തി. വൻ സ്വീകരണമാണ് അവർക്ക് നമ്മുടെ നാട്ടുകാർ നൽകിയത്. ശരിക്കും ആ കൊച്ചുകുട്ടികൾക്ക് തങ്ങളുടെ അമ്മയും അച്ഛനും കൊല്ലപ്പെട്ടിരിക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം കൃത്യമായിട്ട് അങ്ങോട്ട് ഇതുവരെയും മനസ്സിലായിട്ടില്ല. രാജുവിന്റെ സഹോദരി ഉണ്ടെങ്കിലും ഗവൺമെന്റ് ഇടപെട്ട് ആ കുട്ടികളെ ചൈൽഡ് വെൽഫെയർ കൗൺസിലിലേക്ക് ഏൽപ്പിക്കുകയായിരുന്നു. ശരിക്കും ആ കുട്ടികളുടെ ഗാർഡിയനായി ഇപ്പോൾ മാറിയിരിക്കുന്നത് നമ്മുടെ അൻഷാദാണ്. ആ കുട്ടികൾ നാളെ വളർന്ന് വലിയ കുട്ടികളൊക്കെ ആയി സമൂഹത്തിന് മുതൽക്കൂട്ടായി മാറുമ്പോൾ അൻഷാദ് എന്ന ആ പോലീസുകാരൻ എടുത്ത ഒരു ഇനിഷ്യേറ്റീവ് അവരുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തായാലും ഒരു രേഖയായി കിടക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പോലീസുകാർ ഇങ്ങനെയും കൂടിയാണ്. ആ പോലീസുകാരൻ ആ ഇനിഷ്യേറ്റീവ് എടുത്തില്ലായിരുന്നെങ്കിൽ ആ മുംബൈ പോലുള്ള ആ വലിയ നഗരത്തിൽ ചൈൽഡ് വെൽഫെയർ കൗൺസിലിന്റെ ഭാഗമായിട്ട് തന്നെ ആ കുട്ടികൾ വളർന്നാൽ പോലും ആ കുട്ടികൾ എന്തായി തീരുമെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല.
അത്രയും വലിയ ഒരു മെട്രോ നഗരമാണ് മുംബൈ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഇപ്പോൾ അവർ തികച്ചും സുരക്ഷിതരാണ്. നോക്കുക, സ്വന്തം അമ്മ അച്ഛനെ കൊല്ലുന്നു, അച്ഛനെ കൊല്ലാൻ കൂടെ നിന്ന കാമുകൻ അമ്മയെ കൊല്ലുന്നു. ഈ കഥയൊക്കെ നാളെ ഈ പിള്ളേർ അറിയുമ്പോൾ ആ പിള്ളേർ ഈ കഥ എങ്ങനെ ഉൾക്കൊള്ളുമെന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. എന്തായാലും ഈ കഥയെ അവലംബിച്ചുകൊണ്ട് ഒരു സിനിമ കേരളത്തിൽ റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. റോഷൻ മാത്യുവിന്റെ ഉയർ എന്ന സിനിമയുടെ കഥ ഈ യഥാർത്ഥ കഥയെ ആസ്പദമാക്കിയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അത് അൻഷാദ് എന്ന പോലീസുകാരന്റെ ലൈഫിലൂടെ കടന്നു പോകുന്ന ഒരു സ്റ്റോറി ആയിട്ടാണ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾ പലരും ആ സിനിമ കണ്ടിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക എന്നുള്ള ഒരു കടമയുണ്ട്, അത് മറന്നു പോകരുത്. ഇനിയുള്ള വീഡിയോസിൽ ഒരു ലൈക്ക് മസ്റ്റാണ്. ഇത് എങ്ങനെയാണ് ഈ ലൈക്കുകൾ നമ്മുടെ ഈ വ്യൂസിനെയും ചാനലിനെയും ബാധിക്കുക എന്ന് യൂട്യൂബ് തന്നെ പരീക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അൽഗോരിതത്തിൽ ലൈക്ക് ഇപ്പോൾ വലിയൊരു ഘടകമാണ്. ഈ കഥ നിങ്ങളോട് സൂചിപ്പിച്ചത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക്